സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പൊ എന്റെ മക്കൾക്ക് ഇന്ന് കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പരീക്ഷ ഒക്കെ എഴുതണ്ടേ? അതിനു മുൻപ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. എന്താ ഓർമ്മയുണ്ടോ നിങ്ങളുടെ കുട്ടിപ്പുര? കുട്ടിപ്പുരയെ പറ്റി ഇന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനാണ് ടീച്ചർ വന്നത്. ടീച്ചർക്ക് അറിയാം എന്റെ മക്കൾ എല്ലാവരും അത് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് അല്ലെ, കുഞ്ഞു വീടൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെന്ന്. ശരിയല്ലേ? അല്ലെ, നമ്മള് വീട് ഉണ്ടാക്കാൻ നോക്കൂലേ? അപ്പൊ അതിന് നമ്മൾ എന്തൊരുക്കും? പല മുറികൾ ഉണ്ടാക്കും, പൂന്തോട്ടം ഉണ്ടാക്കും അല്ലേ? നമ്മൾ അതുപോലെ വീട്ടിൽ നിന്ന് കളിക്കാറില്ലേ? ഒരു ഷോളും സാരിയും ഒക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കളിക്കാറുണ്ട്. അതുപോലെ റെഡിമെയ്ഡ് നമുക്ക് വാങ്ങാൻ കിട്ടൂലേ? വീട് ഓരോ മുറികളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലേ? എന്നിട്ട് പറയൂ, നീ അച്ഛൻ, ഞാൻ അമ്മ, മക്കൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിക്കാറുണ്ടല്ലേ? എല്ലാവരും കളിക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ ടീച്ചർ ഇന്ന് കുറച്ച് കാര്യം പറഞ്ഞുതരാം കേട്ടോ. കുട്ടിപ്പുര ഇതാരാണ്? നമ്മുടെ സാവിത്രിക്കുട്ടിയാണല്ലേ. സാവിത്രിക്കുട്ടിയും അച്ഛനും ആണല്ലേ ഇത്. അപ്പൊ ഈ കഥയിൽ ആരൊക്കെയാ പിന്നെ ഉള്ളത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സാവിത്രിക്കുട്ടിയുണ്ട്, അതുപോലെ അച്ഛനുണ്ട്, പിന്നെ വേലു ഉണ്ടല്ലേ? വേലുണ്ട്, ഒരു വേലക്കാരനുണ്ട് അല്ലേ? ഇതെല്ലാവരും ഉണ്ട് എന്ന് എന്റെ മക്കൾക്ക് അറിയാം അല്ലെ. പിന്നെ സാവിത്രി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് പറഞ്ഞത്? സാവിത്രി ആരോടായിരുന്നു പറഞ്ഞത്? നമ്മുടെ വേലുവിനോട് പറഞ്ഞു അല്ലേ? എനിക്കൊരു കുട്ടി വീട് വേണം, കുട്ടിപ്പുര വേണം, അതൊന്നും ഉണ്ടാക്കി തരണം എന്നില്ലേ? അപ്പൊ അതിൽ കുറെ ഡിമാൻഡ് ഒക്കെ ആര് വെച്ചു? നമ്മുടെ സാവിത്രിക്കുട്ടി വെച്ചു. അപ്പൊ എന്തെല്ലാം വേണമെന്നാണ് സാവിത്രിക്കുട്ടി വേലുവിനോട് പറഞ്ഞത്? നിങ്ങൾക്കറിയാമോ? വരാന്ത വേണം അല്ലേ? വരാന്ത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിലെ ഒരു ഭാഗമാണല്ലേ വീടിന്റെ ഉള്ളിലുള്ള വരാന്ത. അതുപോലെ 2 കിടപ്പുമുറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കിടപ്പുമുറി. മക്കളുടെ വീട്ടിൽ എത്ര കിടപ്പുമുറി ഉണ്ടാവാറുണ്ട്? ചിലപ്പോ 4 കിടപ്പുമുറി ഉണ്ടാവും, ചില വീട്ടിൽ 2 കിടപ്പുമുറി ആയിരിക്കും, ചിലപ്പോ 1 മുറി മാത്രം ഉള്ളവരുണ്ടാവും അല്ലേ? പിന്നെന്താ? ഊണുമുറിയുണ്ട്, അടുക്കള വേണം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കലവറ, സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാനുള്ള കലവറയും വേണമെന്ന് നമ്മുടെ സാവിത്രിക്കുട്ടി ആരോട് പറഞ്ഞു? വേലുവിനോട് പറഞ്ഞു. കുളിമുറി വേണമെന്ന് പറഞ്ഞു. കുളിക്കാൻ കുളിമുറി വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എന്റെ കുട്ടിപ്പുരയ്ക്ക് വേണമെന്ന് ആരോട് പറയാണ്? വേലുവിനോട്. അപ്പൊ അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ? നല്ലൊരു കുട്ടിപ്പുര സാവിത്രിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്നേക്ക് പണി തീരുമെന്നാണ് വേലു അറിയിച്ചത്? ഒരാഴ്ച, ഏറിയാൽ 10 ദിവസം. അതായത് ഒരാഴ്ച, 7 ദിവസം കൊണ്ട് ഞാൻ കുട്ടിപ്പുര ഉണ്ടാക്കിയിട്ട് സാവിത്രിക്കുട്ടിക്ക് കൊണ്ടുതരാന്ന് വേലു പറഞ്ഞു. കൂടിപ്പോയാല് ഒരു 7-ൽ നിന്ന് ഒരു 3 ദിവസം അങ്ങോട്ട് പോകും, ഒരു 10 ദിവസം. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം, ഏറിപ്പോയാൽ കൂടിപ്പോയാൽ 10 ദിവസം കൊണ്ട് ഉറപ്പായിട്ടും ഞാൻ എന്ത് കൊണ്ടുതരൂ? കുട്ടിപ്പുര ഉണ്ടാക്കി കൊണ്ടുതരുന്ന് ആര് വാക്ക് കൊടുത്തു? നമ്മുടെ വേലു വാക്ക് കൊടുത്തു. അപ്പൊ സാവിത്രിക്കുട്ടി അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല. എന്താണ് കാരണം ഉറങ്ങാത്തതിന്? വേലു തനിക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന കുട്ടിപ്പുരയെ കുറിച്ച് ഓർത്താണ് സാവിത്രിക്കുട്ടി ഉറങ്ങാഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ നമ്മൾ അങ്ങനെയല്ലേ, നമുക്ക് ഉറക്കൊന്നും വരില്ല. അപ്പൊ അന്ന് രാത്രി സാവിത്രിക്കുട്ടി ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയുള്ള വീടായിരിക്കും എനിക്ക് വേണ്ടി വേലു ഉണ്ടാക്കി കൊണ്ടുതരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഉറങ്ങാതെ കിടന്നു അല്ലേ? അതുകൊണ്ടായിരുന്നു നമ്മുടെ സാവിത്രിക്കുട്ടിക്ക് ഉറക്കം വരാതിരുന്നത് അല്ലേ? ഇനി നമ്മുടെ കുട്ടിപ്പുരയുടെ മറ്റൊരു വിശേഷം. സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുരയിലെ മുറികൾ ഏതെല്ലാമാണെന്ന് നാം കണ്ടു. നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം മുറികളുണ്ട് അല്ലെ? സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുരയിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു? ഒരുപാട് കാര്യങ്ങൾ. വരാന്ത, അടുക്കള, പിന്നെ അതുപോലെ കുളിമുറി, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം മുറികളുണ്ട്? ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് വീടായിരിക്കും അല്ലേ? ചിലരുടെ വീട് കുറച്ച് വലുപ്പം ഉണ്ടാവും, ചിലരുടെ വീട് കുഞ്ഞു വീടായിരിക്കും, വൃത്തിയുള്ള കുഞ്ഞു വീടായിരിക്കും അല്ലേ?
നമുക്ക് പലതരത്തിലുള്ള വീടുകൾ ഉണ്ടാവും അല്ലെ. ചിലത് ഓടിട്ട വീടായിരിക്കും, ചിലത് നമ്മുടെ കോൺക്രീറ്റ് വീടായിരിക്കും. ചിലപ്പോ ഓലപ്പുര വളരെ കുറവാണ് ഇപ്പൊ കാണാനെങ്കിലും ഓലപ്പുരയുള്ള മക്കൾ ഉണ്ടാവൂലേ ഇപ്പൊ അല്ലേ. ഇത്ര പല തരത്തിലുള്ള വീടുകൾ ഉണ്ടാവും, പല മുറികൾ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരും കൂട്ടുകാരുടെ വീട്ടിലെ എത്ര മുറികളുണ്ട്, എന്തൊക്കെയാണ് അത് എന്നൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അതെങ്ങനെ എഴുതേണ്ടത്? ഒരു പഥസൂര്യനായിട്ടാണ് എഴുതേണ്ടത്. എങ്ങനെയാണ്? പഥസൂര്യനായിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മളൊന്ന് നോക്കിയാലോ. എന്താണ് മുറികൾ എന്നെഴുതിയിട്ട് ദാ സൂര്യൻ അല്ലേ. എന്നിട്ട് ചുറ്റും നമ്മൾ എന്ത് വരയ്ക്കണം? എത്ര മുറികൾ ഉണ്ട് എന്ന് എഴുതാൻ ഇവിടെ നമ്മൾ സ്ഥലം വരയ്ക്കണം അല്ലേ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. കൂട്ടുകാരെല്ലാവരും ഒന്ന് പറഞ്ഞേ, മക്കളെല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മുടെ കുട്ടിപ്പുരയില് സാവിത്രിക്കുട്ടിയുടെ വീട്ടിലുള്ളതുപോലെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ മുറികളാണ് ഉള്ളത് എന്ന് കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന് പറഞ്ഞു നോക്കിയേ. അടുക്കള, പിന്നെ എന്തുണ്ട്? കിടപ്പുമുറി ഉണ്ടല്ലേ. കിടപ്പുമുറി ഉണ്ട്. പിന്നെ ഏത് മുറിയാ ഉള്ളത്? പിന്നെ വരാന്ത ഉണ്ടോ? പിന്നെന്താ? ഊണുമുറി ഉണ്ടോ? ഡൈനിങ് ഹാൾ ഉണ്ടോ അല്ലേ. പിന്നെന്താ? ചിലരുടെ വീട്ടിൽ ലിവിംഗ് റൂം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവൂലേ. സ്റ്റഡി റൂം ഉണ്ടാവൂലേ, പഠനമുറി ഉണ്ടാവൂലേ. ഓരോരുത്തരുടെ വീട്ടിലും ഓരോ തരത്തിലുള്ള മുറികളായിരിക്കും ഉണ്ടാവുക. എന്നാലും പൊതുവായിട്ട് ചില മുറികൾ ഉണ്ടാവൂലേ. നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, മുറികൾ അല്ലേ. ഊണുമുറിയും സ്വീകരണ മുറിയും ഒക്കെ എല്ലാവരുടെ വീട്ടിലും കാണൂലേ. എല്ലാവർക്കും അറിയാലോ എന്താണ് ഊണുമുറി. നമ്മൾ ഊണ് കഴിക്കുന്ന മുറിയാണ് ഊണുമുറി അല്ലേ. പിന്നെ സ്വീകരണ മുറിയിലെ എങ്ങനെയാണ്? നമ്മൾ ആളുകളൊക്കെ വരുമ്പോൾ സ്വീകരിച്ചിരുത്തുന്ന മുറി. അവിടെ ചിലപ്പോൾ സോഫ സെറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ കസേരയും ഒക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ അടുക്കള, കിടപ്പുമുറി, അടുക്കളയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലെ. നമുക്ക് കിടക്കാൻ ഒരു മുറി ഉണ്ടാവും, അടുക്കള ഉണ്ടാവും അല്ലെ. പാചകം ചെയ്യാൻ അടുക്കള ഉണ്ടാവും. ചില വീട്ടില് എന്തുണ്ടാവും? കലവറ അല്ലെ. സ്റ്റോർ റൂം എന്നൊക്കെ പറയില്ലേ നിങ്ങള്? അങ്ങനെ സ്റ്റോർ റൂം ഒക്കെ ഉണ്ടാവും എല്ലാവരുടെ വീട്ടിലും അല്ലെ. കലവറ ഉണ്ടാവും. എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരിടാണ് അല്ലെ നമ്മുടെ കലവറ എന്ന് പറയുന്നത്. പിന്നെ കുളിമുറി എന്താ? നമ്മുടെ ബാത്റൂം അല്ലേ. അതെല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ? അതുണ്ടാവും. അപ്പൊ ഊണുമുറിയും കുളിമുറിയും കലവറയും അടുക്കളയും കിടപ്പുമുറിയും സ്വീകരണ മുറിയും ഒക്കെയുള്ള നിങ്ങളുടെ മനോഹരമായ വീടായിരിക്കില്ലേ നിങ്ങളുടെ വീട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പഥസൂര്യൻ ഉണ്ടാക്കുന്നതും എന്റെ മക്കള് പഠിക്കണം. അതുപോലെ കുട്ടിപ്പുരയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നോ അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടാവില്ലേ. നമ്മുടെ ലിങ്ക് എവിടെ ഉണ്ടാവൂ? ഈ ഒരു വീഡിയോന്റെ തൊട്ട് താഴെയുള്ള ആദ്യത്തെ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം മക്കള്. ആരോട് പറയണോ? അച്ഛനോടോ അമ്മനോടോ അങ്ങനെ പറയണോ കേട്ടോ. അപ്പൊ നമ്മുടെ കുട്ടിപ്പുരയുടെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. കുട്ടിപ്പുരയുടെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത, അതുപോലെ ലൈവിൽ എല്ലാവരും കേറിയിട്ട് ലൈവ് ക്ലാസ് കാണണം കേട്ടോ. നിങ്ങളുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കേ, ബൈ.